ഇവിടെ സതീശനെ കുറിച്ച് പറഞ്ഞു. സതീശൻ സത്യത്തിൽ സതീശനോട് എനിക്ക് സാധാരണ ഈ അലൂമിനിയം കുളത്തിൽ തലയിട്ട പട്ടിയുടെ അവസ്ഥ. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് സതീശൻ. സതീശൻ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചു. ഏത് കാലത്തും ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലമായി പോയ ഒരു സമുദായക്കാരൻ ഇവിടെ സമരം ചെയ്യുന്നതിൽ ഇവിടെ ഇരിക്കുന്നവരിലല്ല, സമരം ചെയ്യുന്നവരിൽ വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ് എന്ന് വിചാരിക്കുന്നത്. വേറൊരു സമുദായത്തിലുണ്ടാവും. അവരാണ് ഈ കുടിയിറക്കപ്പെടാൻ പോകുന്ന ആൾ. ആ വോട്ട് പോകാൻ നോക്കട്ടെ. മറുഭാഗത്ത് ആരുടെ തോളിലാണ് അദ്ദേഹം കൈയിട്ട് നിൽക്കുന്നത്? ആരുടെ തോളിലാണ്? അവരെ പിടക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സതീശനെ പോലെ ധർമ്മസങ്കടം അനുഭവിക്കുന്ന ഒരാള് കേരള സംസ്ഥാനത്തുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാൻ പോവുകയാണ്. മുൻപത്തെ ആദ്യമായിട്ടല്ല വരുന്നത്, അവസാനമായിട്ടും ആകുകയില്ല എന്ന് വിചാരിക്കും. ആദ്യമായി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. ഈ മുനമ്പത്തിന്റെ പ്രത്യക്ഷ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നേരത്തെ ഒരിക്കൽ പള്ളി മുറ്റത്ത് വന്ന് ആ പരിപാടിയിൽ സംസാരിക്കാൻ ചെയ്ത ഒരാളാണ് ഷാജൻസ് കറിയുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ പറഞ്ഞു, ഈ സമരത്തിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ, ഇതിവിടെ അവസാനിക്കുകയല്ല, നമുക്ക് ഇനി ഒരുപാട് ദൂരം പോകേണ്ടതായിട്ട് വരും. കാരണം ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ അല്ല. ഈ ഭേദഗതി കൊണ്ട് പോലും പ്രശ്നങ്ങൾ എന്തുമാത്രം പരിഹരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്കണ്ഠയുണ്ട്. ആശങ്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. നിയമ ഭേദഗതി തീർച്ചയായിട്ടും അനിവാര്യമായി. ഇവിടെ ശ്രീ റോയി പറഞ്ഞ പോലെ മുനമ്പം ഗ്രാമത്തിലെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഈ സമരത്തിന് കൈവരുമായിരുന്ന മാനം, ഈ സമരത്തിനല്ല, ഈ വഖഫ് ഭേദഗതിക്കെതിരെ നടക്കുന്ന വലിയ സമരവും, ആ സമരത്തിന് കൈവരുമായിരുന്ന മാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് ഏതുപോലെയെന്ന് വെച്ചാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരവും. ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ട് സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരേ ഒരു വിഭാഗം ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് മരിക്കുന്ന ഒരാളുടെയും പൗരത്വം റദ്ദാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അധികാരമില്ല. പൗരത്വം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ദത്തമായിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ ഇന്ത്യയുടെ 4 അതിരുകൾക്കുള്ളിൽ ജനിച്ച് വീഴുമ്പോൾ അയാൾ ഇന്ത്യയുടെ പൗരനായി കഴിഞ്ഞു. ആ പൗരത്വമൊന്നും ആർക്കും റദ്ദാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നടന്ന പ്രചരണം അങ്ങനെയല്ല. ഈ പ്രചരണം എങ്ങനെ വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ പ്രചരണം അഴിച്ചുപിടിക്കും. സാധാരണക്കാരെ വഴിതെറ്റിക്കും. സഹോദര സമുദായങ്ങളുടെ കൂടി വലിയ സഹാനുഭൂതി പിടിച്ചു പറ്റുകച്ചു. എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? ഇല്ല. രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം വർദ്ധിപ്പിക്കാനല്ലാതെ വേറെ ഒന്നും സാധിക്കും. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന നിരവധി അനവധി കേസുകളിൽ ഒരു കേസ് മാത്രമായി അത് ഇപ്പോഴും തുടരും. അതിന്റെ 2ാം ഭാഗമാണ് ഇവിടെ സംഭവിക്കുമായിരുന്നത്. ഈ മുനമ്പത്തിന്റെ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം ശ്രമിക്കുന്നു എന്ന ഒരു വലിയ ധാരണ ഉണ്ടാക്കി നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകളെ, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ഇതുപോലൊരു വികാരം ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിക്കുമായിരുന്നു. അത് നടക്കാതെ പോയി. മുനമ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് നിന്ന് ഒരു ഗ്രാമത്തിലെ 600ഓളം കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുസ്ഥിതിക്ക് നിങ്ങളുടെ പ്രത്യക്ഷ സമരത്തിലൂടെ കിട്ടിയ വലിയൊരു വിസിബിലിറ്റി, ദൃശ്യത. കാരണം ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ വെറും സാധാരണക്കാരാണ്, ഇല്ലേ? മത്സ്യത്തൊഴിലാളികളും നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്നവരുമായ ആളുകൾ കയ്യിലുള്ള പണം കൊടുത്ത് വാങ്ങിയ വസ്തു, അതിൽ നിന്നും ഒഴിഞ്ഞു പോകണം. തീറാധാരം നമ്മുടെ പെട്ടിക്കകത്തിരിക്കുന്നു. നമ്മുടെ പെട്ടിക്കകത്ത് തീറാധാരം ഇരിക്കുന്നു. നമ്മൾ കരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ കരം മേടിക്കുന്നതല്ല. കരം ഒഴിവായിട്ട് പതിച്ചതല്ലോ. പണ്ട് അങ്ങനെ പരിപാടി ഉണ്ടാവും. രാജഭരണകാലത്ത് ചില ആൾക്കാർക്ക് കരം ഒഴിവാക്കി കൊടുക്കും. ഇത് കരം ഒഴിവാക്കിയതല്ല, മേലിൽ കരം മേടിക്കുന്നതല്ല. നിങ്ങളുടെ വസ്തു ഇനി സഹകരണ ബാങ്കിൽ പണയം വെച്ചോ, മറ്റൊരാൾക്ക് വിൽക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്നൊരു ഉത്തരവ് വരുമ്പോൾ അതുമായി പകച്ചു നിൽക്കുന്ന ആൾ നമുക്ക് സങ്കല്പിക്കാവുന്ന അങ്ങനെ ഒരു പരിണതി ഉണ്ടാവും. അത് ഒരു ചർച്ചാ വിഷയമാകുന്നു. കുറെ കൊല്ലം നിയമയുദ്ധം നടത്തി ക്ഷീണിച്ച ആളുകൾ അവസാനം സമരത്തിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതിയുമായിട്ട് വരുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇതൊരു ചർച്ചാ വിഷയമാകുന്നു. ഫാദർ ജോഷി മയ്യാറ്റിലിനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ട്
ഒരു സ്റ്റാൻഡ് എടുത്തത്. ആദ്യഘട്ടത്തിൽ മലയാള മനോരമ, മാതൃഭൂമിയൊന്നും മുനമ്പത്തെ സംബന്ധിച്ച വാർത്തകൾ കൊടുത്തില്ല. അത് ഓർമ്മ. ദീപികയല്ലാതെ ഒരു പക്ഷേ ജന്മഭൂമിയും വളരെ കുറഞ്ഞ തോതിൽ കേരള കൗമുദിയും അല്ലാതെ ഒരു പത്രവും ഒരു ടെലിവിഷൻ ചാനലും ഈ വാർത്ത കയറി പിടിച്ചില്ല. അത് മുനമ്പത്തിന്റെ വലിയ വിജയമാണ്. പിന്നെ ഇവിടെ നിന്ന് ചാനലുകൾ ഒഴിഞ്ഞ സമയമായിട്ടില്ല ഇല്ലേ? സകല ചാനലുകാരും മുനമ്പത്ത് അവരുടെ വാഹന വ്യൂഹവുമായിട്ട് വന്നു. ഇത് ഇവിടെയല്ല, രാജ്യവ്യാപകമായി ഇതിന്റെ സന്ദേശം പ്രചരിക്കപ്പെട്ടു. സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് വഖഫ് നിയമം ബാധിക്കുന്നത്? 1995 പിന്നീട് മൻമോഹൻ സിംഗിന്റെ സമയത്ത് 2013 ഉണ്ടായ ഭേദഗതികൾ എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടുത്തെ ജനങ്ങൾക്ക് പാർലമെന്റിൽ ഇതിന്റെ ചർച്ച നടക്കുമ്പോൾ ഏറ്റവും അധികം പ്രതിധ്വനിച്ച വാക്ക് മുനമ്പം എന്നായിരുന്നു. ആ വാക്ക് പാർലമെന്റ് രേഖകളിൽ വന്നു. ഇംഗ്ലീഷിൽ പ്രസംഗിച്ചവർ, ഇന്ത്യയിൽ പ്രസംഗിച്ചവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞത് മുനമ്പം എന്നാണ്. നിയമത്തെ എതിർക്കുന്നവരും നിയമ ഭേദഗതി അനുകൂലിക്കുന്നവരും പറഞ്ഞതാണ് മുനമ്പം. അതാണ് മുനമ്പത്തിന്റെ ഒരു ചരിത്ര പ്രാധാന്യം. അപ്പൊ അങ്ങനെ അത് ഭേദഗതിയിലെത്തി എന്ന് മാത്രമല്ല, നിയമമന്ത്രി ഇത് ഭേദഗതി പാസ്സായതിനു ശേഷം ആദ്യം ചെയ്തത് മുനമ്പത്തല്ല, വേറൊരു സ്ഥലത്തും അദ്ദേഹം പോയി. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് വരുമ്പോൾ, ഡൽഹിയിൽ വരുമ്പോൾ ആദ്യം പോണത് രാജ്ഘാട്ടിലാണ്. ഗാന്ധി സമാധിയിൽ പോയി പുഷ്പേക്കർ സമർപ്പിക്കും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരം ഏൽക്കുമ്പോൾ പുന്നപ്പുറ വയലാറിൽ പോയി പുഷ്പാർച്ചന നടത്തുന്ന പോലെ കേന്ദ്ര നിയമമന്ത്രി അദ്ദേഹം അരുണാചൽ പ്രദേശുകാരനാണ്. അതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് സംശയം. നിയമമന്ത്രി നിയമം പാസ്സായി ഉടനെ സംഭവിച്ചത് അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി മുനമ്പ് അന്വേഷിച്ച് പിടിച്ചു. ഇവിടെ വന്ന് ഈ പള്ളിമുറ്റത്ത് വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതിന് കാരണം എന്താ? ഈ സമരത്തിന്റെ പ്രാധാന്യമാണ്. സാധാരണക്കാരായ ആളുകളെ അവരുടെ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിൽ നിന്ന്, കുടിയേറിയ സ്ഥലത്തല്ല, കയ്യേറിയ സ്ഥലത്തല്ല, വളച്ചു കെട്ടിയ സ്ഥലത്തല്ല, കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു പ്രചരണം വേറെ എടുത്ത് കിട്ടാൻ പോകും. കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഈ ഭേദഗതിയെ അവതരിപ്പിച്ച, അത് പാസ്സാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് ഇത് ഏറ്റവും വലിയ ഒരു എന്താണ് ഇടിവെപ്പായിരുന്നു മുനമ്പം സഭ. അപ്പൊ ഇത് ചെറിയ കാര്യം. ഈ മുനമ്പം എവിടെയാണെന്ന് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ ഭേദഗതി കൊണ്ട് മനുഷ്യൻ എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നറിയാത്തവർക്ക് അത് കാണിച്ചു കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തൊട്ട അയൽവക്കക്കാരാണ്. പുഴയുടെ പുഴയുടെ അക്കരെ ഇക്കരെയാണ് ഞങ്ങൾ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമ ഭേദഗതി മുനമ്പത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഫാദർ റോയി കണ്ണങ്കര CMI അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇതിനെ ഏറ്റവും അറിയപ്പെടുന്ന ആള് ഫാദർ ജോഷിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ തരാം. അദ്ദേഹമാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പൊ അച്ഛനാണ് സത്യം പറഞ്ഞാൽ ഈ സമരത്തിന്റെ ഒരു പതാകവാഹകനായിട്ട്. അതിന്റെ ബൗദ്ധികമായ നേതൃത്വം അദ്ദേഹത്തിന് അവകാശപ്പെട്ടു. അതുപോലെ ഷാജിൻ സ്കറിയ, അദ്ദേഹം യൂട്യൂബിൽ എത്ര വീഡിയോയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. മറുനാടൻ ചാനലാണ് സത്യത്തിൽ ഈ ഏഷ്യാനെറ്റിനെ, മാതൃഭൂമിയും മലയാള മനോരമ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക മാധ്യമങ്ങളെ സമരരംഗത്തേക്ക് പോകും. ഇനി ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ സതീശനെ കുറിച്ച് പറഞ്ഞു. സതീശൻ സത്യത്തിൽ സതീശനോട് എനിക്ക് സാധാരണ ഈ അലൂമിനിയം കുടത്തിൽ തലയിട്ട പട്ടിയുടെ അവസ്ഥ. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് സതീശൻ എന്ത് ചിന്തിക്കണമെന്ന് ആലോചിച്ചു. ഏത് കാലത്തും ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലമായി പോയ ഒരു സമുദായക്കാരൻ ഇവിടെ സമരം ചെയ്തതിൽ ഇവിടെ ഇരിക്കുന്നവരിലല്ല, സമരം ചെയ്തവരിൽ വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ് എന്ന് വിചാരിക്കുന്നത്. വേറൊരു സമുദായത്തിലും ഉണ്ടാവും. അവരാണ് ഈ കുടിയിറക്കപ്പെടാൻ പോകുന്ന ആൾ. ആ വോട്ട് പോകാതെ നോക്കട്ടെ. മറുഭാഗത്ത് ആരുടെ തോളിലാണ് അദ്ദേഹം കൈയിട്ട് നിൽക്കുന്നത്? ആരുടെ തോളിലാണ്? അവരെ പിടക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു, സതീശനെ പോലെ ധർമ്മസങ്കടം അനുഭവിക്കുന്ന ഒരാള് കേരള സംസ്ഥാനത്തുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാൻ പോവുകയാണ്. ഒരു കൊല്ലമില്ല ഇല്ലേ? നമ്മളിപ്പോ മെയ് മാസത്തിലാണ് നിൽക്കുന്നത്. അടുത്ത മെയ് മാസത്തിൽ ഇതുപോലെ സമയത്ത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ആരായിരിക്കും മുഖ്യമന്ത്രി നമുക്കറിയില്ല. അങ്ങനെ ഒരു പരിണതിയിലാണ് പുള്ളി നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നവർക്ക് പരിഹസിക്കാറില്ല. യോഗാധ്യക്ഷന് പരിഹസിക്കാം, നമ്മുടെ റോയി കുരിശിക്കലിന്
പരിഹസിക്കാം. പക്ഷെ പുള്ളിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് പുള്ളി വന്നിപ്പോൾ എളുപ്പമാർഗം ചെയ്ത് വഖഫ് അല്ല